എന്തായാലും പെരുന്നാൾ പ്രമാണിച്ച് എല്ലാവരും വീട്ടിലും പോത്തിറച്ചി എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കും ഇതേപോലെ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വിചാരിച്ചു. സമയത്തിന് പരിമിതി മൂലം കൊണ്ട് നമുക്ക് ബീഫ് ചില്ലിക്ക് ചെറിയതാക്കി അറിയാൻ കഴിഞ്ഞില്ല. വലുതാക്കി തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. വലുതാക്കിയെന്നുള്ളൂ. ബീഫ് ചില്ലിൻ്റെ അതേ കൂട്ടന്നെ നമ്മൾ എടുക്കുന്നത്. ആദ്യം കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടക്കാണ്ട് ഒന്ന് ഇറച്ചി വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കോൺഫ്ലവർ പൊടിയും പിന്നെ നാരങ്ങാനീരും പെരിഞ്ചീരകം ഇത്രയും പൊടികൾ ഇട്ടക്കാണ്ട് നമ്മൾ ആ ഒരു പൊടിയൊക്കെ നമ്മൾ ഈ കുക്കറിൽ വേവിച്ചപ്പോൾ ഉണ്ടായ നീരില്ലേ, ആ നീരാണ് നമ്മൾ ഇതിലേക്ക് പാരണത്. ആ നീര് പാർന്നിട്ട് ആ ഒരു പൊടികളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബീഫ് ഇട്ടക്കാണ്ട് നല്ലോണം മസാല പൊന്നെ നമ്മളൊരു പാൻ വെച്ചക്കാണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ബീഫ് പൊരിച്ചെടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയാൾ ബീഫ് ഒലത്തിയതും ബീഫ് ഫ്രൈയും ബീഫ് ചില്ലിയും ബീഫ് വരട്ടിയതും ബീഫ് ചാറും എന്തൊക്കെ അങ്ങോട്ട് വെച്ചോളും. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.